ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്നും ടെറസ് ഗാർഡനിൽ തന്നെയാണ്. ഇന്നൊരു ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അപ്ഡേറ്റ് വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഇന്നും തുടക്കം ഭംഗിയാക്കാൻ നമ്മുടെ ഒരു പേരൊക്കെ അതേ വഴുത്ത് നിൽപ്പുണ്ടെന്നായിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അടിപൊളി പേരൊക്കെയുണ്ട, ബാക്കി കുറേ പേരൊക്കെ നിൽപ്പുണ്ട്. അതോടെ നോട്ടെ. യെസ്, എന്താണ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ടെറസിലൊരു 10 ഫ്രൂട്ട് പ്ലാന്റ്സ് ആക്കിയതിന് ശേഷം ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഒത്തിരി പേർക്ക് ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചേഞ്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഇത് ആക്ച്വലി ഇത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചേഞ്ച് ഉണ്ടാക്കിയതല്ല. എൻ്റെ ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, ഞാനിവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചപ്പോൾ ഈ ഭാഗത്ത് ഒരു ലോങ്ങൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ബാരൽ പൊഴിഞ്ഞ് കിടക്കാം. ഇതൊരു ലോങ്ങൻ വെച്ചു. ആക്ച്വലി ആ ലോങ്ങൻ ഡയമണ്ട് റിവർ എന്നൊരു ടൈപ്പായിരുന്നു. ശരിക്കും ഡയമണ്ട് റിവർ ലോങ്ങൻ ഞാനിവിടെ നിന്ന് വാങ്ങുമ്പോൾ ശരിക്കും ആ ഗാർഡനിലെ ആൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു പെട്ടെന്നൊന്നും കായ്ക്കില്ല, കുറേ കാലമായിട്ട് പുള്ളി ട്രൈ ചെയ്യേണ്ടത് കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ആക്രാന്തം ഞാനത് മേടിച്ച് അപ്പം തന്നെ എല്ലാം ഫില്ലാക്കാൻ വേണ്ടി മേടിച്ചതാട്ടോ. അപ്പോൾ വേറെ 1-2 ഫ്രണ്ട്സും പറഞ്ഞു 4 വർഷമായിട്ട് അത് ബാരലിൽ വെച്ചിട്ടും കായ്ക്കുന്നില്ല, ശരിക്കും പടർന്ന് നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഫ്രൂട്ടിനും ചെറിയൊരു പ്രശ്നം പറഞ്ഞു, സീഡ് അധികവും ഫ്ലഷ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായിട്ടോ, കാരണം നമ്മളിത്രയും ഇഫേർട്ട് ഇട്ട് ടെറസിൻ്റെ മേളിൽ ഈ പ്ലാന്റ്സൊക്കെ വയ്ക്കുമ്പോൾ അത് ഗുണമുണ്ടായില്ലെങ്കിലൊരു വിഷമം. അപ്പോൾ ഞാൻ വീണ്ടും ആ ഗാർഡനിലേക്ക് പോയപ്പോൾ നല്ലൊരു ലോങ്ങൻ ഞാനവിടെ കണ്ടു, പുതുതായിട്ട് വന്നതാണ്. ഇത് കണ്ടോ, ശരിക്കൊരു ബിഗ് പ്ലാന്റാണ്, ശരിക്കും നല്ല മെച്ചുവർഡ് സ്റ്റെമ്മുള്ളൊരു ലോങ്ങനാണ് എനിക്ക് കിട്ടിയത്. ഈ ലോങ്ങൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നോക്കിയാൽ ഇത് കണ്ടോ, 2 ടൈപ്പ്. ഇതൊരു മൾട്ടി ഗ്രാഫ്റ്റഡ് ലോങ്ങനാണ്. ഈ പൂത്ത് നിൽക്കുന്നത് കണ്ടോ, പൂ കണ്ടോ ലോങ്ങൻ്റെ, ഈ പൂത്ത് നിൽക്കുന്ന വൈറ്റ് ലോങ്ങൻ എന്നൊരു സാധനമാണ്. ഇത് ഈ കാണുന്ന ബ്രാഞ്ച് 4 സീസൺ എന്നൊരു ലോങ്ങനാണ്. ആ ലീഫിൻ്റെ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും, കണ്ടോ. അപ്പോൾ ഇത് 2 ടൈപ്പ് ഓഫ് ലോങ്ങൻ ഒറ്റ മരത്തിൽ പിടിപ്പിച്ചതാണ്. ശരിക്കും സ്ഥലക്കുറവുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു സാധനമാണ് ഈ മൾട്ടി ഗ്രാഫ്റ്റഡ് ഐറ്റം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. കുറച്ച് വില കൂടുതലാണ്, വിലയെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ വേറൊന്ന്, ഈ മൾട്ടി ഗ്രാഫ്റ്റഡ് ഐറ്റംസ് ഏത് ചെടി ആയിക്കോട്ടെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രാഫ്റ്റ് വരുമ്പോൾ ഇതൊരു വലിയ ഗ്രാഫ്റ്റാണ്, വൈറ്റ് ലോങ്ങൻ്റെ ഇതൊരു ചെറിയ ഗ്രാഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു സംഭവം ആകുമ്പോൾ ഇതൊന്ന് പതുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്, ഇതൊന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ഗ്രാഫ്റ്റ് 2 or 3 വെക്കുമ്പോൾ എല്ലാത്തിനും ഒരേ ആരോഗ്യമുള്ള നോക്കി തിരഞ്ഞെടുക്കുക കേട്ടോ. ഇത് കമ്പാരറ്റീവ്ലി കുറച്ച് കുഴപ്പമില്ല, ബ്രാഞ്ചൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ എടുത്താണ്. നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കാര്യം. അപ്പോൾ ഞാൻ ഈ ലോങ്ങിനെയാണ് ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പേര്, ഇതിൻ്റെ റേറ്റ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പ്രശ്നം റേറ്റ് പറയുന്നില്ല, ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇത് ഞാൻ 6000 രൂപയാണ്, 6000 rupees ഈ ലോങ്ങിന് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ട ഒരാൾ, എൻ്റെ സബ്സ്ക്രൈബറാണെന്ന് എനിക്കറിയില്ല, അതിൽ കമൻറ്റ് ചെയ്തിരുന്നു കാശുള്ളവർക്ക് എന്തും ആകാമെന്ന്. ബ്രദറെ ഞാൻ പറയുകയാണ്, ഇത് കാശിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ഒരു പാഷൻ, അതായത് നമ്മുടെ ഒരു ഇഷ്ടം. ആ ഇഷ്ടം നടത്താൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത്. എനിക്ക് കാശ് അധികം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് 2-3 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് അത്രയും ഭാഗത്ത് ഭംഗിയായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് അടിപൊളിയാക്കാം. എൻ്റെ ഒരു ഡ്രീമാണിത്. ഇങ്ങനെ ഒരു 200 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഇത്രയും ബാരൽ കുത്തി നിറച്ച് കാശ് ചിലവാക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ ബ്രദറിനോട് ഞാൻ പറയുകയാണ്, ഇത് വേറെ ആരും ഇങ്ങനെ കമൻറ്റ്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടാവും, ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല, അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ഒരു ഇഷ്ടം, ഞാൻ ഈ ഒരു ചെലവ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും, എൻ്റെ പാഷൻ നടന്നു പോകാൻ വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നത് കേട്ടോ. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു സാന്തോൾ മാറ്റിയിട്ട് വേറൊരു പ്ലാന്റ് വെക്കാൻ പലരും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സാന്തോൾ വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഭംഗി അപാരമാണ്. ശരിക്കും വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നടുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ പ്ലാന്റിൻ്റെ ലുക്ക് കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കണ്ടോ, ഇതിൻ്റെ ലീഫ് പഴുത്ത് കഴിഞ്ഞാലും ഭംഗിയത്. വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ റെഡ് ആൻഡ് ഗ്രീൻ കളറിൽ കണ്ടോ, ലീഫ് ശരിക്കും റെഡാണ്, പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയില്ല, കുറേ കാലം ഇങ്ങനെ നിൽക്കും. അതായത് ഒരു പ്രത്യേകത. എന്തായാലും എൻ്റെ സാന്തോൾ ഒരു പ്രാവശ്യം പൂ വന്നു കഴിഞ്ഞാൽ ഞാനതൊന്നും കൂടെ ഫ്രൂട്ട് എടുത്ത് നോക്കട്ടെ. ഫ്രൂട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. ബാക്കി എല്ലാവരും സുഖമായിട്ട് തന്നെ നിൽപ്പുണ്ട് ഇവിടെ. ഇനി വേറെ എന്നുള്ളത്, ഒരെണ്ണം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഒരു പ്ലാന്റും കൂടെ പുതുതായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ഇവിടേക്കല്ല. അപ്പോൾ ഇത് ഞാൻ പ്ലാന്റ് ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് അതും കൂടെ കാണിക്കാം എന്താ പ്ലാന്റെന്ന്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് ആ ഗാർഡനിൽ പോയിട്ട് ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു. പരിചയമുള്ള ഗാർഡനറാണ്. പുള്ളി പറഞ്ഞു അത് വെച്ചതിനെ ആ മണ്ണിൻ്റെ ആ കട്ടയുണ്ടല്ലോ, ഇത് അങ്ങനെ തന്നെ ഞാൻ വെക്കുകയും ചെയ്തത്, പൊട്ടിച്ചിരുന്നില്ല. അത് അങ്ങനെ ഇളക്കിയെടുത്ത് ഒരു കവറിലാക്കി കൊണ്ടുവന്നാൽ മതി, ഞാൻ പകരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തിട്ടാണ് മേടിച്ചു കേട്ടോ, അത് കളഞ്ഞിട്ടൊന്നുമില്ല, അതവിടെ കൊടുത്തിട്ട് പകരം മേടിച്ചതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്കൊന്ന് പ്ലാന്റ് ചെയ്യാം. പ്ലാന്റ് ചെയ്തതിന് ശേഷം താഴോട്ട് പോയിട്ട് മറ്റേ പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് പൊക്കി വെച്ചാൽ
ആക്ച്വലി ഇത് ഈ ചട്ടിയിലിരിക്കുന്ന സാധനം ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സൈഡൊക്കെ നമ്മളൊന്ന് തട്ടി കൊടുക്കണം. എന്നാലും വരുമെന്ന് എനിക്കറിയില്ല, നനവുണ്ട്. 2 ദിവസമെങ്കിലും വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ, എങ്കിലും സൈഡ് വിട്ടു വരുള്ളൂ. ഒരു രക്ഷയില്ല. അയ്യോ, അവസാനം കുറേ പണിപ്പെട്ട് നിലത്ത് വെച്ച് ഞാനത് സാധിച്ചു. അമ്മച്ചി എന്താ പരിപാടി എന്നുണ്ടോ? അപ്പോൾ നമ്മൾ ലോങ്ങനെ ഒന്നും കൂടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ പൂക്കൾ കായ് ഉണ്ടാവുമോ എന്നറിയില്ല, കാരണം കുറച്ച് ഷെയ്ക്കായിട്ടുണ്ട് മേളിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ. ചിലപ്പോൾ വീണ് പോകുമായിരിക്കും എല്ലാം. അപ്പോൾ ഇന്ന് മണ്ണൊക്കെ ഇളക്കി ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കണ്ടോ. ജസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി മണ്ണ് നമുക്ക്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെറസ് ഗാർഡനിലെ പുതിയ അതിഥിയെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. നമുക്ക് താഴോട്ട് പോയിട്ട് അടുത്ത അതിഥി ആരാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളൂ, വളരെ കൺജസ്റ്റഡ് ആണ്. പക്ഷേ ഇവിടെ ഞാനൊരു 5 ബാരലിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിരുന്നു. 5 ബാരൽ വെച്ചപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇത് ഇവിടെ 2 ബാരൽ കണ്ടോ ഒഴിഞ്ഞിരിക്കുക. ഒരു ബാരൽ ഫുള്ളായിട്ട് ഒഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഞാൻ വച്ചിരുന്ന ഒരു പ്ലാവായിരുന്നു, ഒരു ചുവന്ന പ്ലാവ്. ഇവിടെ വെച്ചിരുന്ന ഒരു നാരകമായിരുന്നു. ഇപ്പോൾ ഒരു പപ്പായ നിൽക്കണല്ലോ ഉണ്ടോ. സംഭവിച്ചെന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു മരം ഉണ്ടായിരുന്നു. മരം മുറിച്ചിട്ടപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വീണ് 2 ചീത്തയായിപ്പോയി. അപ്പോൾ ഞാൻ ഇതിലൊരു പപ്പായ നട്ട് വെച്ചു. 1-2 കായൊക്കെ നിൽപ്പുണ്ട് കണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേറൊരു പ്ലാന്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 2 ബാരലൂടെ എക്സ്ട്രാ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ ഒരു കാലാപ്പാടി ഓൾ സീസൺ മാംഗോ ഇത് കണ്ടോ കാഴ്ച നിൽപ്പുണ്ട്. ഇവിടെ കുറച്ചുകൂടെ കായ ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അപ്പുറത്തൊരു ചാമ്പ നിൽപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു പ്ലാവ്. അതിൻ്റെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ റംബൂട്ടാൻ ഇഷ്ടം പോലെ കാഴ്ച നിൽപ്പുണ്ട്, നിറച്ച് കായുണ്ട്. അപ്പോൾ എനിക്ക് 2 റംബൂട്ടാനുള്ളത്. ഇവിടെ ഒരെണ്ണമുണ്ട്, വീട്ടിൻ്റെ മേളിൽ വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ സബ്സ്ക്രൈബേഴ്സിന് ഗിവ് എവേ ആയിട്ട് റംബൂട്ടാൻ്റെ ഫ്രൂട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്തവണയും റംബൂട്ടാൻ ഫ്രൂട്ട് ഉണ്ടാവും ഗിവ് എവേ ആയിട്ട്. സോ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് എന്തായാലും ഇവിടെ എന്താണ് പ്ലാന്റ് ചെയ്യുന്നത് നോക്കാം. ദേ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ലെമൺ, ഒരു ചെറുനാരകം പോയി എന്ന് ഞാൻ പറഞ്ഞു. പകരം ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഒരു സീഡ്ലെസ് ലെമണാണ്. ഇപ്പോൾ ട്രെൻഡാണ് ഈ സീഡ്ലെസ് ലെമൺ, കുരുവില്ലാത്ത നാരകം. ഭയങ്കര വലുതായിട്ടുണ്ടാവും, നല്ല രസമാണ്, ഭയങ്കര നല്ല പുളിയൊക്കെ ഉള്ള അടിപൊളി നാരകമാണ്. അപ്പോൾ ഞാനൊരെണ്ണം മേടിച്ചിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഇതിനെയാണ് ഞാൻ ഇതിലേക്ക് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിലിപ്പോൾ തന്നെ നാരങ്ങയുണ്ട് കണ്ടോ. ഇവിടെ ഒരു 2 നാരങ്ങയുണ്ട്, നല്ല വലുതാവും കേട്ടോ അത്. ഇവിടെ 2 നാരകമുണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ കണ്ടല്ലോ, ഇതെവിടെ ആയിരുന്നു? ഇവിടെ ആയിരുന്നു. 5 നാരങ്ങ ഇപ്പോൾ തന്നെ ഉണ്ട്. എന്തായാലും മുതലായി. അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രൈസ് 800 രൂപ കേട്ടോ. വില പറഞ്ഞില്ല എന്നുള്ള വിഷമം ഇവിടെ 800 രൂപയ്ക്കാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല നരകമാണ്, ശരിക്കും ബ്രാഞ്ചസൊക്കെ ഉള്ളതാണ്. അപ്പോൾ വില കൂടുതലാണോന്ന് എനിക്കറിയില്ല, എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ സെയിം ഗാർഡനിൽ ഇത് വാങ്ങിയിരിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യണം. യെസ്, നമുക്കിതിൻ്റെ ബാക്കി മണ്ണും കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും പോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിതിന് വെള്ളം നനച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ കണ്ടോ
എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഇവിടെ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അത്രയും കോമൺ അല്ല, റെയർ ആയിട്ടുള്ള സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് ചെയ്ത വീഡിയോ അല്ല, വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു ചാൻസിലൊരു വീഡിയോയും കൂടെ ചെയ്തതെന്നുള്ളൂ. ചെറിയ വീഡിയോ ആണ്, കുഞ്ഞു കാര്യമാണ്. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഇത് ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.